പ്രോഗ്രസീവ് യൂത്ത് മാസിക 2012 ഫെബ്രുവരി. നെജു, ചങ്ങനാശ്ശേരി പായിപ്പാട്ട് സുന്ദരി ഭവനിൽ താമസം. പൂർണ്ണ വളർച്ചയെത്താതെ ജനിച്ചു. കാലുകൾക്ക് സ്വാധീനമില്ല. വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ കിടന്നുകൊണ്ട് റേഡിയോ കേട്ട് ലോകകാര്യങ്ങൾ മനസ്സിലാക്കി. അറിവ് നേടി. സ്വന്തമായ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു. എല്ലാവർക്കും നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി നെജു ഭാരത് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നെജു സ്ഥിരമായി ആകാശവാണിയിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ദൂരദർശൻ, വിക്ടേഴ്സ് ചാനൽ എന്നിവയാണ് അറിവ് സമ്പാദിക്കുവാൻ നെജു ആശ്രയിക്കുന്ന ചാനലുകൾ. നെജുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞുകൊടുത്ത് എഴുതിച്ചത് ഇതോടൊപ്പം. കഥ ചങ്ങാതി. സ്കൂളിൽ നിന്ന് മടങ്ങവെ സലീം അവന്റെ ചങ്ങാതിയോട് പറഞ്ഞു, "ഞാൻ ഇന്നും കൂടിയേ സ്കൂളിൽ വരത്തുള്ളൂ." ഇത് കേട്ട് അരുൺ ചോദിച്ചു, "അതെന്താ സലീമേ?" അവൻ മറുപടി പറയാതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ചു സമയം ആലോചിച്ചിരുന്ന ശേഷം അരുൺ ചോദിച്ചു, "ഇനി എന്നെങ്കിലും നമ്മൾ വീണ്ടും കാണുമോ?" "ഭൂമി ഉരുണ്ടതല്ലേ അരുൺ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണും. അല്ലെങ്കിൽ ഒരു മധുരമുള്ള ഓർമ്മയായി ഈ സൗഹൃദം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം." സലീം യാത്ര പറഞ്ഞു പിരിഞ്ഞു. നാളുകൾ എത്രയോ കൊഴിഞ്ഞു. ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മയായി അരുൺ മനസ്സിലേക്ക് കടന്നു വന്നു. അവനെ ഒരിക്കൽ കൂടി കാണണമെന്ന മോഹം തീവ്രമായി. എന്നാൽ സലീം അതാരോടും പറഞ്ഞില്ല. അരുണുമായുള്ള സൗഹൃദത്തിന്റെ ഓർമ്മകൾ പകൽ സ്വപ്നം പോലെ ഇടയ്ക്കൊക്കെ കടന്നു വന്നുകൊണ്ടിരുന്നു. ആദ്യമായി സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ ഒരു പുഞ്ചിരി നൽകിയ ശേഷം അവൻ ഓടിപ്പോയി. പിന്നെ പല ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചു. എന്നാണ് അവനുമായി കൂടുതൽ അടുപ്പമായത് എന്ന് ഓർക്കാൻ കഴിയുന്നില്ല. അവൻ പൊതുവെ ഒരു നാണം കുടുങ്ങിയായിരുന്നു. ഒരു ദിവസം ടീച്ചർ ചോദിച്ചു, "നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നില്ലല്ലോ, അതെന്താ?" "ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അതിന് മാത്രം മറുപടി പറയും," സലീം പറഞ്ഞു. "അതുപോരാ, രണ്ടുപേരും നല്ല കൂട്ടുകാരാവണം," ടീച്ചർ പറഞ്ഞു. അതോടെ അവന്റെ സ്വഭാവത്തിൽ കുറച്ചു മാറ്റമുണ്ടായി. എങ്കിലും കൂടുതൽ സമയവും അവൻ മൗനത്തിലായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പഠിത്തം അവസാനിപ്പിച്ച് സലീം വീട്ടിലിരിപ്പായി. അരുണിനെ കാണണമെന്ന മോഹം മനസ്സിലൊതുക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സലീമിനൊരു ഫോൺ വന്നു. ടീച്ചറാണ് വിളിച്ചത്. അവന് വലിയ സന്തോഷം തോന്നി. അവൻ ആദ്യം ചോദിച്ചത് അരുണിനെ കുറിച്ചായിരുന്നു. "അവന് പഴയതുപോലെ ഇനി നടക്കാൻ കഴിയില്ല സലീം," വ്യസനത്തോടെ ടീച്ചർ പറഞ്ഞു. "പേശിവേദന വളരെ കൂടുതലാണ്. ദിവസവും സ്കൂളിൽ വരാറില്ല. വണ്ടി കൊണ്ടുചെന്നാൽ ചില ദിവസങ്ങളിൽ വരും." അവനെക്കുറിച്ച് അത്രയും അറിയാൻ കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഒപ്പം വ്യസനവും. പാവം എൻ്റെ കൂട്ടുകാരൻ, അവൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാകും. അധിക നാൾ കഴിയും മുൻപേ സ്കൂൾ അവിടെ നിന്നും മാറ്റി. ടീച്ചറാണ് ആ വിവരവും അറിയിച്ചത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, "നമ്മുടെ അരുണിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പൂർണ്ണമായും കിടപ്പാണ്. ഞങ്ങളെല്ലാം അവന് ഭേദമാകാനായി പ്രാർത്ഥിക്കുകയാണ്. സലീമും പ്രാർത്ഥിക്കണം." അവൻ ഒന്നും പറയാൻ കഴിയാതെ കരഞ്ഞു. അന്നു മുതൽ അവൻ അരുണിനു വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുമായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രാർത്ഥനയായിരുന്നു അത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ടീച്ചർ വിളിച്ച് അതീവ ദുഃഖകരമായ ആ വാർത്ത സലീമിനെ അറിയിച്ചു. അരുൺ മരണപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. ഒരാഴ്ച മുൻപ് ഞങ്ങൾ അവനെ കാണാൻ പോയിരുന്നു. അവൻ അപ്പോൾ ഉറക്കമായിരുന്നു. കണ്ടപ്പോൾ വിഷമം തോന്നി. വയർ വല്ലാതെ വീർത്തിരുന്നു. ടീച്ചറിന്റെ വാക്കുകൾ കേൾക്കാൻ കഴിയാതെ അവൻ ഫോൺ ഉമ്മായ്ക്ക് നൽകി. വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എല്ലുകൾ മുറുകി നുറുങ്ങുന്ന അസുഖമായിരുന്നല്ലോ അവന്. അതുകൊണ്ട് ശരീരം വല്ലാതെ വീർക്കുമോ? ദൂരെ നിലാവിൽ അവന്റെ രൂപം തെളിയുന്ന പോലെ സലീമിന് തോന്നി. ഇരുനിറമാണവന്. കാക്കി കളർ പാൻറ്റും വെള്ളയിൽ നീല വരയുള്ള കുപ്പായവും നെറ്റിയിൽ ചന്ദനക്കുറിയുമണിഞ്ഞ് അവൻ മെല്ലെ മെല്ലെ നടന്നു വരുന്നു. അവന് വേഗം നടക്കാൻ കഴിയില്ലല്ലോ എന്ന് അവൻ ഓർത്തു. വളരെ പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി. സലീമിന് കരച്ചിൽ വന്നു. അവൻ ജനാലയിൽ തലചേർത്തു വിതുമ്പി. ജീവിച്ചിരുന്ന അരുണിനേക്കാൾ മരിച്ച അരുൺ മനസ്സിൽ ശക്തമായി ഇടം നേടി. അവനെ ഓർക്കാതെയും സ്വപ്നം കാണാതെയും ഒരു ദിവസം പോലും കടന്നുപോയില്ല. ആകാശത്ത് ഒരു നക്ഷത്രമായി അവൻ നിൽക്കുന്നുണ്ടാകും. എന്നാൽ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത താൻ എങ്ങനെ നക്ഷത്രങ്ങളെ കാണും? സലീമിന് അതോർത്തപ്പോൾ സങ്കടം ഇരട്ടിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഞാനും ഒരു നക്ഷത്രമാകും. അന്ന് ചങ്ങാതിയെ താൻ തിരിച്ചറിയുമോ? ആകാശത്ത് മിന്നുന്ന ആത്മാക്കൾക്ക് പരസ്പരം അറിയാൻ കഴിയുമോ? ആർക്കറിയാം? ജീവിതത്തിൻ്റെ ഇത്തരം സംഗതികൾ. ചില ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാറാണല്ലോ പതിവ്.
ഇതും അത്തരത്തിൽ ഒന്നാകും എന്നോർത്ത് സലീം കണ്ണടച്ചു. നല്ല ഉറക്കം. ആ ഉറക്കത്തിൽ അവൻ കൂട്ടുകാരനോട് ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോഴും അരുൺ ആ ചോദ്യം ആവർത്തിച്ചു. നീ എന്തേ പഠിത്തം നിർത്തിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ സലീം കണ്ണുകൾ ഇറുക്കിയടച്ചു. നജുവിൻ്റെ ഫോൺ നമ്പർ 9447843740. നജുവിൻ്റെ ഫേസ്ബുക്ക് ഐ ഡി നജു ഭാരതം, NEJUBHARADHAM.